ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ തിരുവചനം ശ്രദ്ധിക്കാൻ വന്നിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നേക്ക് ഏകദേശം 2000 വർഷങ്ങൾക്ക് മുൻപ് പലസ്തീനിൽ വെച്ച് യേശു പറഞ്ഞ ഒരു കഥയാണ് ഇന്നത്തെ എൻ്റെ പ്രഭാഷണത്തിൻ്റെ ആധാരം. യേശു പറഞ്ഞ ഈ കഥ 1100 ലോകഭാഷകളിൽ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. 2020 കണക്കാണ് ഞാൻ നിങ്ങളെ ഓർപ്പിച്ചത്. ഇത് 2022. മാത്രമല്ല, ഈ കഥയുടെ കോടിക്കണക്കിന് കോപ്പികളാണ് വിശുദ്ധ ബൈബിളിലൂടെയും അല്ലാതെയും ജനങ്ങളുടെ കരങ്ങളിൽ എത്തിയിരിക്കുന്നത്. ഇത്രയധികം ഭാഷകളിൽ പരിഭാഷപ്പെടുത്തിയ ഇത്രയധികം കോപ്പികൾ ഉള്ള ഒരു കഥ മാനവചരിത്രത്തിൽ ആർക്കും എഴുതുവാൻ നാളിതുവരെ കഴിഞ്ഞിട്ടില്ല. ഈ കഥ ഒരു ചോദ്യത്തിൻ്റെ മറുപടിയായിട്ട് യേശു പറഞ്ഞതാണ്. ഒരു ന്യായശാസ്ത്രി, വേദപുസ്തകമറിയാം, ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ്, വചനങ്ങളൊക്കെ വ്യാഖ്യാനിക്കാൻ എന്നൊക്കെ സ്വയം ചിന്തിക്കുന്ന ഒരു ന്യായശാസ്ത്രി യേശുവിനോടൊരു ചോദ്യം ചോദിക്കുകയാണ്. ഗുരു, നിത്യജീവൻ പ്രാപിക്കാൻ എന്ത് ചെയ്യണം? ചോദ്യം വളരെ നല്ലതാണ്, എല്ലാവരും ചോദിക്കേണ്ട ചോദ്യമാണ്. കാരണം മരണം മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യമല്ല, അതിനപ്പുറം ഒരു ജീവിതമുണ്ട്. ആ നിത്യജീവനെക്കുറിച്ച്, ആ നിത്യജീവിതത്തെക്കുറിച്ച് ചോദിക്കേണ്ട ചോദ്യമാണ്. പക്ഷേ ആ ചോദ്യം യേശുവിനെ കൊടുക്കാനും സ്വയം ന്യായീകരിക്കാനുമൊക്കെയാണ് ഈ ന്യായശാസ്ത്രി പരിശ്രമിക്കുന്നത്. യേശു വേഗം അതിന് മറുപടി പറഞ്ഞു. നിൻ്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോട്, പൂർണ്ണ മനസ്സോട്, പൂർണ്ണ ശക്തിയോട് സ്നേഹിക്കണം. അതുപോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ നിന്നെപ്പോലെ സ്നേഹിക്കണം. ഇത്രയും ചെയ്താൽ നിനക്ക് നിത്യജീവൻ പ്രാപിക്കുവാനായിട്ട് കഴിയും. വേദപുസ്തകത്തിലെ എല്ലാ ദൈവിക കൽപ്പനകളെയും 2 വാക്കുകളിൽ, 2 കൽപ്പനകളിൽ സാംശീകരിച്ചുകൊണ്ട് യേശു പറഞ്ഞ ഒരു വാക്കാണത്. അപ്പോഴും ആ ന്യായശാസ്ത്രി സ്വയം ന്യായീകരിക്കേണ്ടതിന് വേണ്ടി എൻ്റെ അയൽക്കാരൻ ആരാണ് എന്നവൻ ചോദിക്കുകയാണ്. ആ ചോദ്യത്തിന് മറുപടിയായിട്ട് പറഞ്ഞൊരു കഥയാണ് യേശു പറഞ്ഞ കഥ. ഈ കഥ ന്യായശാസ്ത്രിക്ക് എത്രമാത്രം പ്രയോജനപ്പെട്ടു എന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ മാനവ സമൂഹത്തിന് ഈ കഥ ഒരു അനുഗ്രഹമായി മാറി. യേശുവിൻ്റെ ഈ കഥ വായിച്ച് ആരും ആത്മഹത്യ ചെയ്തിട്ടില്ല, ആരും കൊലപാതകരായിട്ടില്ല, ആരും കള്ളനായിട്ടില്ല, ഒരു മോഷണവും ഇത് വായിച്ചാരും നടത്തിയിട്ടില്ല. തെറ്റ് ചെയ്യുവാനുള്ളൊരു പ്രചോദനം ഈ കഥയിൽ നിന്ന് ആർക്കും ഉണ്ടായിട്ടില്ല നാളിതുവരെ. അതിനു പകരമായിട്ട് നന്മ ചെയ്യുവാനുള്ളൊരു പ്രചോദനം ജനലക്ഷങ്ങൾക്ക് ഈ കഥകൾ മുഖാന്തരം ഇടയായിട്ടുണ്ട്. മദ്യപാനത്തിൽ നിന്ന്, മയക്കുമരുന്നിൻ്റെ പിടിയിൽ നിന്ന് അനേകർ ഈ കഥ വായിച്ച് രക്ഷപ്പെട്ടിട്ടുണ്ട്. ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. കൊലപാതക ചിന്തയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. നിരാശയിൽ നിന്നും ദുഃഖത്തിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുണ്ട്. ധാർമ്മിക പ്രവർത്തനങ്ങൾ, സ്കൂളുകൾ സ്ഥാപിക്കുവാൻ, അനാഥാലയങ്ങൾ സ്ഥാപിക്കുവാൻ, വൃദ്ധസദനങ്ങൾ സ്ഥാപിക്കുവാൻ, ഹോസ്പിറ്റലുകൾ സ്ഥാപിക്കുവാൻ, അങ്ങനെ മാനവ സമൂഹത്തെ സേവിക്കുവാനായിട്ടുള്ള പ്രചോദനം ഈ കഥയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. മദർ തെരേസയെപ്പോലുള്ളവരെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് ഇവിടുത്തെ സാധുക്കളുടെ അമ്മയാക്കി തീർത്തത് യേശു പറഞ്ഞ ഈ കഥയാണ് അവർക്ക് പ്രചോദനമായി തീർന്നത്. ഈ കഥയിൽ 6 കഥാപാത്രങ്ങളാണ് ഉള്ളത്. ഒരു വഴിയാത്രക്കാരൻ, കള്ളന്മാർ, ഒരു പുരോഹിതൻ, ഒരു ലേവ്യൻ, പിന്നെ ഒരു ശമരിയക്കാരൻ, ഒരു വഴിയമ്പലക്കാരൻ. ഈ 6 കഥാപാത്രങ്ങളാണ് ഈ കഥയിലുള്ളത്. പക്ഷേ ഈ കഥയിൽ പാട്ടില്ല, ഡാൻസില്ല, സ്റ്റണ്ടില്ല, സെക്സില്ല. ഇതൊക്കെ കുത്തി നിറച്ച കഥകൾ
മനുഷ്യൻ്റെ മനസ്സിനെ മലിനമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ യേശു നിർമ്മിച്ച ഈ കഥയിൽ ഇതൊന്നുമില്ല. അതിൽ ദുരുദ്ദേശങ്ങളൊന്നുമില്ല, പണസമ്പാദനത്തിൻ്റെ തട്ടിപ്പുകളൊന്നുമില്ല. ഈ കഥയുടെ ലൊക്കേഷൻ ജെറുസലേമാണ്. പിന്നെ ജെറിക്കോയിലേക്കുള്ള വഴി, അല്ലാതെ വലിയ സീനറി ഉള്ള മേഖലകൾ ഒന്നും ഈ കഥയുടെ ലൊക്കേഷൻ അല്ല. ഈ കഥയിലെ നായകൻ ഒരു ശമരിയക്കാരനാണ്. 2000 വർഷങ്ങൾക്ക് മുൻപ് വർണ്ണവിവേചനം കൊടികുത്തി വാഴുന്ന കാലമാണ്. ശമരിയക്കാർ വലിയ സൗന്ദര്യമുള്ളവരല്ല, അവർക്ക് നല്ല നിറമൊന്നുമില്ല, അവർ സവർണ വിഭാഗത്തിൽ ഉൾപ്പെട്ടതല്ല, സവർണരാരും അവരുടെ അടുക്കിലേക്ക് പോകാറില്ല, അവരുടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കാറില്ല, എപ്പോഴും ശമരിയക്കാരുമായിട്ട് അവരകന്ന് കഴിഞ്ഞിരിക്കും. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ സവർണർ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലത്ത് ഒരു സവർണനോട് യേശു പറഞ്ഞ കഥയിലെ നായകൻ ഒരു ശമരിയക്കാരനാണ്. ഈ കഥ ജീവിതങ്ങളിൽ ഇന്നും സ്വാധീനം വരുത്തുകയാണ്. ഇതിന് ഒരു പേര് യേശു ഇടുന്നില്ല. കഥ വായിക്കുന്നവർ ഇടട്ടെ എന്ന് കരുതി കാണും. വായിച്ചവർ അതിന് കൊടുത്ത പേരാണ് നല്ല ശമരിയക്കാരൻ. ഇന്ന് പല എഴുത്തുകാരും സംവിധായകന്മാരും നിർമ്മാതാക്കളും യേശുവിനെ എങ്ങനെ അപമാനിക്കാം, ആ നാമത്തെ എങ്ങനെ അപമാനിക്കാം എന്ന് ചിന്തിച്ച് കുബുദ്ധിയിലൂടെ തന്ത്രങ്ങൾ മെനയുമ്പോൾ യേശു തൻ്റെ കഥയുടെ പേര് വായനക്കാർ തന്നെ ഇടേണ്ടതിന് കൊടുക്കുകയാണ്. ആ കഥയുടെ പേര് നല്ല ശമരിയക്കാരൻ എന്ന് നാട്ടുകാർ ഇട്ടു. അത് ഞാൻ വിശുദ്ധ ബൈബിളിൽ നിന്ന് ഒന്ന് വായിക്കാം. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 30 മുതലുള്ള വാക്യങ്ങൾ. ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അവർ അവനെ വസ്ത്രമഴിച്ച് മുറിവേൽപ്പിച്ച് അർത്ഥപ്രാണനായി വിട്ടേച്ചു പോയി. അങ്ങനെ തന്നെ ഒരു ലേവ്യനും ആ സ്ഥലത്തെത്തി അവനെ കണ്ടിട്ട് മാറിക്കടന്നുപോയി. ഒരു ശമരിയക്കാരനോ വഴി പോകയിൽ അവൻ്റെ അടുക്കലെത്തി അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞു. അരികെ ചെന്ന് എണ്ണയും വീഞ്ഞും പകർന്നു, അവൻ്റെ മുറിവുകളെ കെട്ടി, അവനെ തൻ്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി രക്ഷ ചെയ്തു. പിറ്റേന്നാൾ അവൻ പുറപ്പെടുമ്പോൾ 2 വെള്ളിക്കാശെടുത്ത് വഴിയമ്പലക്കാരന് കൊടുത്തു. ഇവന് രക്ഷ ചെയ്യണം, അധികം വല്ലതും ചിലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം എന്ന് അവനോട് പറഞ്ഞു. ഞാൻ ആദ്യം ഓർപ്പിച്ച പോലെ ഈ കഥയിൽ സ്റ്റണ്ടില്ല, സെക്സില്ല, പാട്ടില്ല, വലിയ ഡയലോഗുകളില്ല. 2 വാക്കുകൾ മാത്രം. ഇവന് രക്ഷ ചെയ്യണം, അധികം വല്ലതും ചിലവിട്ടാൽ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം. ഈ കഥ കഴിഞ്ഞ 2000 വർഷമായിട്ട് ജനക്കോടികളുടെ ഹൃദയത്തെ സ്വാധീനിച്ചു. മാനവചരിത്രത്തിൽ മനുഷ്യൻ എഴുതിയ ഏത് കഥകളെക്കാളും, അവൻ നിർമ്മിച്ച ഏത് സിനിമയെക്കാളും യേശു പറഞ്ഞ ഈ നല്ല ശമരിയക്കാരൻ്റെ കഥ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുവാനും കേൾക്കുവാനും വായിക്കുവാനും കാരണമായി തീർന്നു. ഇതിനെ ആധാരമാക്കിയുള്ള സിനിമകൾ, കഥാപ്രസംഗങ്ങൾ, കവിതകൾ, പാട്ടുകൾ, നാടകങ്ങൾ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ, വിവിധ ഭാഷകളിൽ കഴിഞ്ഞ 2000 വർഷമായിട്ട് ഇവിടെ കേൾപ്പിക്കുകയാണ്, പ്രദർശിപ്പിക്കുകയാണ്. പക്ഷേ മനുഷ്യൻ ഇതുവരെയും അടുത്തിട്ടില്ല. അവൻ വീണ്ടും വീണ്ടും അത് വായിക്കുകയാണ്. അതിൽ നിന്ന് കൂടുതൽ കൂടുതൽ പ്രചോദനങ്ങൾ അത് ഏറ്റുവാങ്ങുകയാണ്. കാരണം ഈ കഥയുടെ കഥാകൃത്ത് യേശു കർത്താവാണ്. താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടിയും പണസമ്പാദനത്തിന് വേണ്ടിയും യേശുക്രിസ്തുവിൻ്റെ നാമത്തെ, നായകത്വത്തെ അപമാനിക്കേണ്ടതിന് വേണ്ടിയും എഴുതുന്ന എഴുത്തുകാരും തിരുക്കഥാകർത്താക്കളും
നിർമ്മിതാക്കളുമൊക്കെ ഒരു നിമിഷം ഇതുകൊണ്ടൊക്കെ നിങ്ങൾക്കെന്ത് പ്രയോജനമുണ്ടായി, ജനങ്ങൾക്കെന്ത് പ്രയോജനമുണ്ടായി, സമൂഹങ്ങൾക്ക് എന്ത് പ്രയോജനമുണ്ടായി എന്ന് ഒന്ന് ന്യായമായി ശാന്തമായി വിചിന്തനം ചെയ്തിട്ട് യേശു പറഞ്ഞ ഈ കഥ കൂടി ഒന്ന് വായിക്കൂ, ശ്രദ്ധിക്കൂ. അതിൽ നിന്ന് ശരീരത്തിന്, നിങ്ങളുടെ മനസ്സിന്, നിങ്ങളുടെ ആത്മാവിന്, നിങ്ങളുടെ കുടുംബത്തിന്, നമ്മുടെ രാജ്യത്തിന്, നമ്മുടെ സമൂഹത്തിന് പ്രയോജനമുള്ള അനവധി ചിന്തകൾ നിങ്ങൾക്കതിൽ നിന്ന് പെറുക്കിയെടുക്കുവാനായിട്ട് കഴിയുമോ? നിങ്ങളുടെ നന്മയായി, നിങ്ങളുടെ അനുഗ്രഹമായി, നിങ്ങളുടെ ഉയർച്ചയായി, നിങ്ങളുടെ സന്തോഷമായി, നിങ്ങളുടെ സമാധാനമായി അത് പരിണമിക്കും. യേശു പറഞ്ഞ ഈ നല്ല ശമരിയക്കാരൻ്റെ കഥയിൽ ആഴമേറിയ അർത്ഥങ്ങളുണ്ട്. ഒരു പുരുഷായുസ് കൊണ്ട് ബൈബിളിലെ ഈ 5 വാക്യങ്ങൾ പഠിച്ചു തീർക്കുവാൻ നമുക്ക് കഴിവില്ല. അത് ഗ്രഹിക്കുവാൻ തക്കവണ്ണം കഴിവുള്ള ആരും ഭൂമിയിൽ ഇതുവരെയും ജനിച്ചിട്ടില്ല, ഇപ്പോൾ ജീവിക്കുന്നില്ല. നാളെ ജനിക്കുമോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിൽ പോലും ഇതിൽ നിന്നും എനിക്കും നിങ്ങൾക്കും ആവശ്യമുള്ള സന്ദേശങ്ങൾ കർത്താവിൻ്റെ ആത്മാവ് ലളിതമായി നമുക്ക് നൽകുവാനായിട്ട് നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ മനസ്സിനെ പ്രകാശിപ്പിക്കുക തന്നെ ചെയ്യും. ഈ കഥയിലെ വഴിയാത്രക്കാരൻ ജെറുസലേമിൽ നിന്ന് എരിഹോവിലേക്ക് പോകുകയാണ്. ഒരുപക്ഷെ അദ്ദേഹം ഒരു ബിസിനസ്സുകാരനായിരിക്കും. ആ കാലഘട്ടത്തിൽ ജെറിക്കോ ലോകപ്രശസ്തമായ ഒരു ബിസിനസ് കേന്ദ്രമാണ്. ജെറുസലേമിൽ നിന്ന് ജിയോഗ്രഫിക്കലായിട്ട് വളരെ താഴ്ന്നൊരു സ്ഥലമാണ് ജെറിക്കോ. ചാവുകിടലിൻ്റെ തീരമാണ്. അതിന് തൊട്ടടുത്ത് കുമ്രാൻ മലനിരകളൊക്കെ ഇങ്ങനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ജെറുസലേമിൽ നിന്നുള്ള ആ യാത്ര എന്ന് പറയുമ്പോൾ ജുഡിയൻ മരുഭൂമിയിലൂടെയാണ്. അന്നത്തെ പാതകളല്ലേ, ഇന്ന് ബസ്സിലൊക്കെ നമുക്ക് യാത്ര ചെയ്യുവാനായിട്ട് കഴിയും. ആ വഴിയെ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. എന്നാൽ അന്ന് ഇടവഴികളാണ്, താഴേക്കുള്ള വഴികളാണ്. വളഞ്ഞും പുളഞ്ഞും ആ വഴി ഇങ്ങനെ താഴേക്ക് ജെറിക്കോയിലേക്ക്, ആ പനത്തോട്ടങ്ങളിലേക്ക് നീങ്ങുകയാണ്. ആ വഴിയിലൂടെ പ്രതീക്ഷയോടുകൂടി ഒരു മനുഷ്യൻ പോകുകയാണ്. ഒത്തിരി സ്വപ്നങ്ങൾ അവൻ്റെ ഉള്ളിലുണ്ടാകും. ഒരുപക്ഷെ അവനൊരു ബിസിനസ്സുകാരനായിരിക്കാം. അവൻ്റെ ഭാര്യ അവനോട് പറഞ്ഞിട്ടുണ്ടാവാം, രാവിലെ തന്നെ ശ്രദ്ധിക്കണം, കള്ളന്മാരുണ്ട്, മോഷണങ്ങൾ ധാരാളം നടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞായിരിക്കും തൻ്റെ ഭർത്താവിനെ അവൾ യാത്ര അയച്ചത്. അയാളും വളരെ ശ്രദ്ധിച്ച് തന്നെയാണ് പോകുന്നതെങ്കിലും ഒരു വളവിൽ എത്തിയപ്പോൾ ഒരാക്രമണം ഉണ്ടാകുകയാണ്. കള്ളന്മാരുടെ ഒരു മിന്നൽ ആക്രമണമാണ്. അടിയിൽ അവൻ വീണുപോയി. അവൻ്റെ കയ്യിലുണ്ടായിരുന്ന പണമൊക്കെ അവർ മോഷ്ടിച്ചു. അവൻ്റെ വസ്ത്രം കീറി പറിച്ച് അവർ ദൂരെ എറിഞ്ഞു. അവൻ ഒരിക്കലും എഴുന്നേറ്റ് തങ്ങളെ അനുഗമിക്കുവാനോ തങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് പറയാതിരിക്കേണ്ടതിന് വേണ്ടി അവനെ മർദ്ദിച്ച് അർത്ഥപ്രാണനാക്കി അവൻ മരിക്കും എന്ന് മനസ്സിലാക്കിയപ്പോൾ അവിടെ ഇട്ടിട്ട് ആ കള്ളന്മാർ കടന്നുപോയി. ആ കള്ളന്മാരെ സംബന്ധിച്ചിടത്തോളം ഇവനൊരു മനുഷ്യനാണെന്നോ, അവന് വേദനയുണ്ടെന്നോ, അവന് ഭാര്യയുണ്ടെന്നോ, അവന് മക്കളുണ്ടെന്നോ ഒന്നും അവരുടെ വിഷയമല്ല. അവർക്ക് അവരുടേതായ സ്വാർത്ഥതയാണ്. അവർക്ക് പണം വേണം, അത്രമാത്രം. അവൻ മരിച്ചാലെന്ത്, ജീവിച്ചാലെന്ത്, അവന് കേടുപറ്റിയാലെന്ത്, കേടുപറ്റിയില്ലേ എന്ത്, തങ്ങൾക്കെന്ത് എന്നുള്ളതാണ് കള്ളന്മാരുടെ ഫിലോസഫി. പ്രിയപ്പെട്ടവരെ, പണത്തിന് വേണ്ടി എന്തും ചെയ്യുവാൻ പ്രേരിപ്പിക്കപ്പെടുന്ന വളരെയധികം ആൾക്കാർ ഈ ലോകത്തിലുണ്ട്. നിഷ്കരണം കൊല്ലുവാൻ അവർക്ക് മടിയില്ല. അവർക്കും ഒരു ഭാര്യയുണ്ട്, ഒരു ഭർത്താവുണ്ട്, മകനുണ്ട്, മകളുണ്ട്, അമ്മയുണ്ട്, അപ്പനുണ്ട്. അവരുടെ ചങ്ക് പൊട്ടി അവരിത് കാണുമ്പോൾ നിലവിളിക്കുമെന്നൊന്നും ചിന്തിക്കുകയില്ല. ഓർക്കണം സ്നേഹിത, നിനക്കും ഒരു പിതാവുണ്ടായിരിക്കുമല്ലോ, മാതാവുണ്ടായിരിക്കുമല്ലോ, അല്ലെങ്കിൽ ഭാര്യ ഉണ്ടായിരിക്കുമല്ലോ, മക്കളുണ്ടായിരിക്കുമല്ലോ, സഹോദരനുണ്ടായിരിക്കുമല്ലോ. നിന്നെ ആരെങ്കിലും അങ്ങനെ ആക്രമിച്ചാൽ, നിന്നെ ആരെങ്കിലും അങ്ങനെ കുത്തിയാൽ, നിൻ്റെ നന്മകൾ ആരെങ്കിലും അങ്ങ് എടുത്താൽ നിനക്കുണ്ടാകുന്ന വേദനകൾ, നിനക്കുണ്ടാകുന്ന ദുഃഖങ്ങൾ, നിനക്ക് ഭാര്യ ഉണ്ടെങ്കിൽ അവർക്കുണ്ടാകുന്ന ദുഃഖം, നിനക്ക് പിതാവുണ്ടെങ്കിൽ മാതാവുണ്ടെങ്കിൽ അവർക്കുണ്ടാകുന്ന ദുഃഖം, അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ ഉണ്ടാകുന്ന അപമാനങ്ങൾ ഒക്കെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് മനുഷ്യനെ ആക്രമിക്കരുത്. ജോലി ചെയ്ത് ജീവിക്കുവാൻ പഠിക്കണം. അനീതിപരമായി ധനസമ്പാദനത്തിൻ്റെ ആഗ്രഹങ്ങൾ എടുത്തെറിയണം. ഇല്ലെങ്കിൽ ഒരിക്കലും മായാത്ത, ഒരിക്കലും മറക്കാത്ത ഒരു കഥാപാത്രമായിട്ട് ചരിത്രം നിന്നെക്കുറിച്ച് എഴുതും. നമുക്ക് ആ വിഷയത്തിലേക്ക് മടങ്ങി വരാം. ഈ മുറിവേറ്റ മനുഷ്യൻ വഴിയോരത്ത് കിടക്കുകയാണ്. അവൻ്റെ ശരീരത്തിൽ നിന്ന് ഏകദേശം 2.5 ലിറ്ററോളം ബ്ലഡ് പോയി കഴിഞ്ഞു. ഇപ്പോൾ അവൻ അർത്ഥപ്രാണനായിട്ട് കിടക്കുകയാണ്. ഒരു മയക്കം അവനെ ബാധിച്ചിട്ടുണ്ട്. അവൻ്റെ മനസ്സ് വേദനിക്കുകയാണ്. മടങ്ങിപ്പോകുവാൻ അവന് കഴിയുകയില്ല ജെറുസലേമിലേക്ക്.
ജെരിക്കോയിലേക്ക് പോകുവാനും അവന് കഴിയുകയില്ല. അവൻ്റെ സമ്പാദ്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. അവൻ്റെ വസ്ത്രവും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അവൻ മുറിവേറ്റ് കിടക്കുകയാണ്. അങ്ങനെ അവൻ കിടക്കുമ്പോൾ ഒരു കാൽപ്പെരുമാറ്റം. ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ അതൊരു പുരോഹിതനാണ്. ജെരിക്കോയിൽ നിന്ന് ജെറുസലേം പള്ളിയിലേക്ക് ശുശ്രൂഷയ്ക്കായിട്ട് അദ്ദേഹം പോകുകയാണ്. താൻ ആ ഇടവകയിലെ അംഗമാണ്, നിശ്ചയമായിട്ടും തന്നെ സഹായിക്കും എന്ന് അദ്ദേഹം കരുതി. പക്ഷേ പുരോഹിതൻ തൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇവനെ കണ്ടിട്ടും കാണാത്തവനെ പോലെ അടുത്ത വഴിയോരം ചേർന്ന് വേഗം ജെറുസലേമിലേക്ക് പോയി. ഇപ്പോൾ അവൻ്റെ മനസ്സും കൂടെ മുറിവേറ്റു. കള്ളന്മാരവൻ്റെ ശരീരത്തെ മുറിവേൽപ്പിച്ചുള്ളൂ, അവൻ്റെ തലയിലെ മുറിവേൽപ്പിച്ചുള്ളൂ. പക്ഷേ പുരോഹിതൻ അവൻ്റെ മനസ്സിൽ മുറിവേൽപ്പിച്ചു. തന്നെ സഹായിക്കും, തന്നെ സ്നേഹിക്കും, തൻ്റെ കക്ഷതയിൽ കൂടെ നിൽക്കും എന്നൊക്കെ താൻ കരുതിയ വ്യക്തിയിൽ നിന്ന് ഇതൊരിക്കലും പ്രതീക്ഷിച്ചില്ല. കുറേ കഴിഞ്ഞപ്പോൾ ഒരു ലേവ്യൻ വരുന്നുണ്ട്. ലേവ്യരിൽ നിന്നാണല്ലോ പുരോഹിതന്മാർ ഉണ്ടാകുന്നത്. അവരും ആത്മീകരാണ്, ഭക്തരാണ്, ദൈവത്തിന് വേണ്ടി വേർതിരിഞ്ഞവരാണ്, എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യുമെന്നൊരു ചിന്ത ഈ മുറിവേറ്റ മനുഷ്യനുണ്ട്. ആ ലേവ്യനും കടന്നു വന്നിട്ട് അവനും വഴിയോരത്തിലൂടെ ജെറുസലേമിലേക്ക് യാത്രയായി. അവൻ്റെ ഹൃദയം കുറേ കൂടെ തകർന്നു. താൻ പ്രതീക്ഷിച്ച വ്യക്തികളിൽ നിന്ന് നന്മകളൊന്നും ലഭിച്ചില്ല. ഇതുപോലൊരു വ്യക്തിയാണോ നിങ്ങൾ? വളരെ പ്രതീക്ഷയോടുകൂടെ ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ട് വഴിയാത്രയിൽ മുറിവേറ്റൊരു വ്യക്തിയെപ്പോലെയാണോ നിങ്ങൾ? ബിസിനസ് മേഖലകളിൽ പ്രവേശിച്ചിട്ട് ആ വഴിയോരങ്ങളിൽ മുറിവേറ്റ് വീണവനെ പോലെ ലക്ഷ്യസ്ഥാനത്ത് എത്തുവാൻ കഴിയാതെ പോയൊരു വ്യക്തിയാണോ നിങ്ങൾ? വളരെ പ്രതീക്ഷയോടുകൂടി വിദേശത്ത് പോയിട്ട് പഠിക്കുവാൻ പോയിട്ട് പൂർത്തീകരിക്കാൻ കഴിയാതെ മടങ്ങിപ്പോകാൻ കഴിയാതെ ഒരിടത്താവളത്തിൽ മുറിവേറ്റവനെ പോലെ ആരോടും പറയുവാൻ കഴിയാതെ ഒറ്റപ്പെട്ട വ്യക്തിയാണോ നിങ്ങൾ? അല്ല, നിങ്ങളെ സ്നേഹിക്കും, നിങ്ങളോട് കരുണ കാണിക്കും, നിങ്ങളോട് ദയ തോന്നും എന്നൊക്കെ നിങ്ങൾ ചിലരെക്കുറിച്ച് ചിന്തിച്ചിട്ട് നിങ്ങളുടെ കഷ്ടതയിൽ, വേദനയിൽ, ദുഃഖത്തിൽ അവരൊക്കെ കൈവിട്ടുപോയോ? അതിൻ്റെ വേദനയിലാണോ നിങ്ങൾ? ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നുന്നുണ്ടോ? ജീവിതം വെറുത്തിട്ടുണ്ടോ? എന്തിന് ഞാനിങ്ങനെ ജീവിക്കണമെന്ന് സ്വയം ശപിച്ചിട്ടുണ്ടോ? വരട്ടെ, ആത്മഹത്യ ചെയ്യാൻ വരട്ടെ. നിന്നെ തേടി ഒരാൾ വരുന്നുണ്ട്. അവനങ്ങനെ കിടക്കുമ്പോൾ ഒരൊട്ടകം നടന്നു വരുന്നു. ഒരൊട്ടക വണ്ടിയാണത്. അതിലൊരു ശമരിയക്കാരൻ ഇരിക്കുന്നുണ്ട്. അവൻ അയാളെ ശ്രദ്ധിച്ചതേയില്ല. കാരണം ശമരിയക്കാരും തങ്ങളും തമ്മിൽ വലിയ ബന്ധങ്ങളൊന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ സഹായങ്ങളൊന്നും ചെയ്തിട്ടില്ല. ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ വലിയ ചൈന മതിൽ പോലുള്ള മതിലുകൾ മനസ്സുകൊണ്ട് തീർത്തവരാണ് ഞങ്ങൾ. പക്ഷേ ഈ ശമരിയക്കാരൻ വേഗം ആ ഒട്ടക വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നു. അയാൾ ആ മുറിവേറ്റ മനുഷ്യൻ്റെ അടുക്കിലേക്ക് വരുന്നു. സഹതാപത്തോട് നോക്കുന്നു. അവനോട് പേര് ചോദിക്കുന്നില്ല, ജാതി ചോദിക്കുന്നില്ല, പണം ചോദിക്കുന്നില്ല. എളുപ്പമെന്ന് അദ്ദേഹത്തിൻ്റെ സഞ്ചിയിൽ നിന്ന് എന്തൊക്കെയോ എടുക്കുന്നു. ആ മുറിവുകളൊക്കെ ഒന്ന് വൃത്തിയാക്കുന്നു. അതിലെ മണ്ണും പൊടിയുമെല്ലാം ഒന്ന് മാറ്റുന്നു. അതിൽ കുറേ എണ്ണയും വീഞ്ഞുമൊക്കെ പകരുന്നു. ആ മുറിവുകളൊക്കെ ഒന്ന് കെട്ടുന്നു. എത്ര സ്നേഹത്തിൻ്റെ ഒരു തലോടലാണത്! അതിനുശേഷം അദ്ദേഹം ഒന്നും ചോദിക്കാതെ ആ മുറിവേറ്റ മനുഷ്യനെ തൻ്റെ കരങ്ങൾ കൊണ്ട് കോരിയെടുത്ത് തൻ്റെ വാഹനമൃഗത്തിൽ ആ ഒട്ടക വണ്ടിയിലേക്ക് കയറ്റുന്നു. എന്നിട്ടും ഒന്നും സംസാരിക്കാതെ അദ്ദേഹം പോകുകയാണ്. ഒരു സത്രത്തിൻ്റെ അടുക്കൽ വന്നപ്പോൾ അവിടെ നിന്നു. അവനെ താങ്ങിയെടുത്ത് ആ വഴിയമ്പലത്തിലേക്ക് കൊണ്ടുചെല്ലുകയാണ്. വഴിയമ്പലക്കാരും പരിവാരകരുമൊക്കെ ഓടി വരുന്നു. അവനാവശ്യമുള്ള വെള്ളം കൊടുക്കാനും ഭക്ഷണം കൊടുക്കാനും ശുശ്രൂഷ കൊടുക്കുവാനും ഒക്കെയുള്ള കൽപ്പനകൾ അദ്ദേഹം കൊടുക്കുകയാണ്. അല്പം വെള്ളമൊക്കെ കുടിച്ചപ്പോൾ, അല്പം ഭക്ഷണമൊക്കെ കഴിച്ചപ്പോൾ, ഒന്ന് നീണ്ടു നിവർന്നൊന്ന് കിടന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനൊരു ആശ്വാസമായി. എങ്കിലും ആ ശമരിയക്കാരൻ പോയില്ല. അന്ന് രാത്രി മുഴുവൻ അവൻ്റെ അടുക്കലിരിക്കുകയാണ്. എന്തെങ്കിലും സംഭവിക്കുമോ? രക്തം ഒത്തിരി വാർന്നു പോയതല്ലേ, ഭയം ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഉറക്കിളച്ച് ആ മനുഷ്യനെ നോക്കിയിരിക്കുകയാണ്. നേരം വെളുത്തപ്പോൾ ഏകദേശം ഇവൻ രക്ഷപ്പെടുമെന്ന് ബോധ്യമായപ്പോൾ ആ വഴിയമ്പലക്കാരനെ വിളിച്ചിട്ട് പറയുകയാണ്, ഇവനാവശ്യമുള്ള ഭക്ഷണമൊക്കെ കൊടുക്കണം കേട്ടോ, ഇവനാവശ്യമുള്ള മരുന്നൊക്കെ കൊടുക്കണം കേട്ടോ, ഇവനെ രക്ഷ ചെയ്തു കൊള്ളണം, ഇവനെ ആരോഗ്യമുള്ളവനായിട്ട് മടക്കി വരണം. ചെലവിന് വേണ്ടി ഇതിരിക്കട്ടെ നിൻ്റെ കയ്യിൽ 2 വെള്ളിക്കാശുകൾ
എന്നിട്ട് പറയുകയാണ്, നീ പേടിക്കൊന്നും വേണ്ട കേട്ടോ, അധികം വല്ലതും ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം. ആ മുറിവേറ്റ മനുഷ്യൻ ആ ശമരിയക്കാരൻ്റെ മുഖത്തേക്ക് നോക്കി. അദ്ദേഹം ഒന്നും പറയാതെ കടന്നുപോയി. അധികം വല്ലതും ചെലവിട്ടാൽ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പോയത്. സ്നേഹിത, ഇതുപോലെ നീ മുറിവേറ്റവനാണോ? മനസ്സിൽ മുറിവേറ്റവനാണോ? ശരീരത്തിൽ മുറിവേറ്റവനാണോ? രോഗത്താൽ മുറിവേറ്റവനാണോ? സഹായിക്കാൻ ആരുമില്ലാത്ത അവസ്ഥയിൽ ഇനി ജീവിക്കാൻ യാതൊരു മാർഗവുമില്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? പുരോഹിതനും ലേവിനുമൊക്കെ നിന്നെ കൈവിടട്ടെ, പക്ഷേ ശമരിയക്കാരൻ നിന്നെ കൈവിടുകയില്ല. നീ ചിന്തിക്കുന്ന പോലല്ല ഈ ശമരിയക്കാരൻ. ഈ ശമരിയക്കാരൻ്റെ സ്നേഹം നിനക്കറിഞ്ഞുകൂടാ. നിൻ്റെ മതവും നിൻ്റെ മതനേതാക്കന്മാരുമൊക്കെ, നിൻ്റെ നിർമ്മിതാക്കളും നിൻ്റെ കഥാകൃത്തുക്കളുമൊക്കെ ഈ ശമരിയക്കാരനെ അപമാനിക്കുവാനും നിന്ദിക്കുവാനും ഒത്തിരി കഥകൾ എഴുതിയിട്ടുണ്ട്, ഒത്തിരി സിനിമകൾ ഇറക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ളവനൊന്നുമല്ല ഈ ശമരിയക്കാരൻ. അവൻ സ്നേഹമുള്ളവനാണ്, അവൻ കരുണയുള്ളവനാണ്, അവൻ ദയയുള്ളവനാണ്. അവന് നിൻ്റെ വോട്ട് വേണ്ട, അവന് നിൻ്റെ പണം വേണ്ട, അവന് നിൻ്റെ സഹായങ്ങളൊന്നും വേണ്ട. മനസ്സിലുള്ളവനാണ്, അവൻ സഹായിക്കുന്നവനാണ്. അത് മറ്റാരുമല്ല. ആരാണെന്നറിയാമോ ഈ ശമരിയക്കാരൻ? 2000 വർഷങ്ങൾക്ക് മുൻപ് സ്വർഗത്തിന് മണിമകുടമായിരുന്നവൻ, ദൂതന്മാരുടെ ആരാധ്യപുരുഷനായിരുന്നവൻ, അഖിലാണ്ടത്തിൻ്റെ സൃഷ്ടിതാവായിരുന്നവൻ, മുറിവേറ്റ മനുഷ്യനെ, ആത്മാവിൽ മുറിവേറ്റ മനുഷ്യനെ, ശരീരത്തിൽ മുറിവേറ്റ മനുഷ്യനെ, മനസ്സിൽ മുറിവേറ്റ മനുഷ്യനെ, സാത്താനാകുന്ന കള്ളന്മാരാൽ മർദ്ദിക്കപ്പെട്ട് മുറിവേറ്റ് ഉപേക്ഷിക്കപ്പെട്ട് അർത്ഥപ്രാണരായ മനുഷ്യരെ തേടി ഈ ഭൂമിയിലേക്ക് വന്നു. തിരുവെഴുത്തിൻ പ്രകാരം കന്യകാസുതനായി ബേത്ലഹേമിൽ ജനിച്ചു, മരിച്ചവരെ ഉയർപ്പിച്ചു, ഊമരെ സംസാരിപ്പിച്ചു, ചെകിടരെ കേൾപ്പിച്ചു, മുടന്തരെ നടക്കുമാറാക്കി. തീർന്നില്ല സ്നേഹിത, നിൻ്റെ മുറിവിൽ എണ്ണ പകരാൻ, നിൻ്റെ മുറിവിൽ തൻ്റെ രക്തമാകുന്ന വീഞ്ഞ് പകരാൻ അവൻ ഗോൽഗോത്തായുടെ മലമുകളിൽ മരിച്ചു. നീ കൊള്ളേണ്ട ചാട്ടവാറടികൾ അവൻ കൊണ്ടു, നീ ധരിക്കേണ്ട മുൾക്കിരീടം അവൻ ധരിച്ചു, നീ ചുമക്കേണ്ട ക്രൂശ് അവൻ ചുമന്നു. ഞാനും നിങ്ങളും തറയ്ക്കപ്പെടേണ്ട ക്രൂശിൽ അവൻ തറയ്ക്കപ്പെട്ടു. മാനവലോകത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി യേശു തിരുവെഴുത്തിൻ പ്രകാരം മരിച്ചു. ഈ യേശുവിനെ നിൻ്റെ മുറിവുകൾ കെട്ടുവാൻ നീ അനുവദിച്ചാൽ, നിന്നെ താങ്ങിയെടുക്കാൻ നീ അനുവദിച്ചാൽ, നിൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം. എല്ലാം തീർന്നു, എല്ലാം നശിച്ചു, ഇനി മരണം മാത്രമേ ഉള്ളൂ. കയ്യിലെ പണവും പോയി, മാനവും പോയി, ശരീരത്തിലെ ആരോഗ്യവും പോയി, രക്തവും പോയി. ഇനി എനിക്കൊരു ജീവിതമില്ല, യെരുശലേമിലേക്കും പോകാൻ കഴിയുകയില്ല, എരിക്കോയിലേക്കും പോകുവാൻ കഴിയുകയില്ല എന്നുള്ളൊരവസ്ഥയിലാണ് നീയെങ്കിൽ നിനക്കൊരു പുത്തൻ ജീവിതം, ആരോഗ്യമുള്ളൊരു ജീവിതം, സമാധാനമുള്ളൊരു ജീവിതം, സന്തോഷമുള്ളൊരു ജീവിതം ഈ ശമരിയക്കാരന്, ഈ യേശു കർത്താവിന് നൽകുവാൻ കഴിയും കേട്ടോ. ശമരിയക്കാരൻ കൊണ്ടുവരുന്നവരെ, ശുശ്രൂഷിക്കുന്ന വഴിയമ്പലക്കാരെ, ദൈവത്തിൻ്റെ ദാസന്മാരെ, ഒരു വാക്ക് ഞാൻ പറയട്ടെ. അധികം വല്ലതും നിങ്ങൾ ചിലവിട്ടാൽ, നിങ്ങൾ ആത്മാക്കളെ നേടേണ്ടതിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, വ്യക്തികൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി അർദ്ധരാത്രിയുടെ യാമങ്ങൾ പ്രാർത്ഥിക്കുന്നയാളാണോ? ഉപവസിക്കുന്നയാളാണോ? ആരോഗ്യം, സമയം എല്ലാം അതിനുവേണ്ടി ചിലവഴിക്കുന്നയാളാണോ? സ്വന്തം പണം അതിനുവേണ്ടി ഉപയോഗിക്കുന്ന വ്യക്തിയാണോ? അധികം വല്ലതും നിങ്ങൾ ചിലവിട്ടാൽ ഈ ശമരിയക്കാരൻ മടങ്ങി വരും. ഈ ശമരിയക്കാരൻ മുറിവേറ്റ് വഴിയോരങ്ങളിൽ കിടക്കുന്നവൻ്റെ മുറിവിൽ എണ്ണയും പീഞ്ഞും പകരുന്നവൻ മാത്രമല്ല, മുറിവ് കെട്ടുന്നവൻ മാത്രമല്ല, തന്നെ കോരിയെടുത്ത് തൻ്റെ വാഹനത്തിൽ വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോകുന്നവൻ മാത്രമല്ല, അവൻ മടങ്ങി വരുന്നവനാണ്. ലോകസംഭവങ്ങളെല്ലാം യേശു കർത്താവിൻ്റെ മടങ്ങിവരവിൻ്റെ മാറ്റലുകളാണ് നമുക്ക് കേൾക്കുവാനായി കഴിയുന്നത്. ഈ സത്രത്തിൽ മുറിവേറ്റ് വന്നവനും അവനെ ശുശ്രൂഷിക്കുന്നവരും കാത്തിരിക്കുകയാണ് ഈ ശമരിയക്കാരൻ എപ്പോൾ വരും. അധികം താമസിക്കാതെ ഈ ശമരിയക്കാരൻ വരിക തന്നെ ചെയ്യും. ഈ ന്യായശാസ്ത്രിയോട് പറയുകയാണ്, മനസ്സിലായോ നിൻ്റെ അയൽക്കാരൻ ആരാണെന്ന്? മുറിവേറ്റവൻ, പല കാരണങ്ങളാൽ കള്ളന്മാരാൽ മുറിവേറ്റവൻ, നഷ്ടപ്പെട്ട് വഴിയോരങ്ങളിൽ കിടക്കുന്നവനൊക്കെ നിൻ്റെ അയൽക്കാരാണ്. നീയും ആ പുരോഹിതനെ പോലെ, ആ ലേവിനെ പോലെ ആകാതെ ആ ശമരിയക്കാരനെ പോലെ ചെയ്യുക. ഇതാണ് ഈ കഥയിലെ പ്രധാനമായ സന്ദേശം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കും പ്രവർത്തിക്കാം. മുറിവേറ്റവരുടെ അടുക്കിലേക്ക്, വേദനിക്കുന്നവരുടെ അടുക്കിലേക്ക് നമുക്കും കടന്നു ചെല്ലാം. നമുക്കും മറ്റുള്ളവർക്ക്
ആശ്വാസമായി തീരുവാൻ പ്രവർത്തിക്കാം. നമ്മുടെ വാഹനമൃഗങ്ങളിൽ നിന്ന് നമുക്കും ഇറങ്ങാം. മുറിവേറ്റ് കിടക്കുന്നവൻ്റെ അടുക്കിലേക്ക് നമുക്കും ചെല്ലാം. ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളേവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, അവിടുന്ന് ഞങ്ങളോട് പറഞ്ഞ നല്ല ശമരിയക്കാരൻ്റെ കഥയ്ക്കായി സ്തോത്രം. ഞങ്ങൾ ആ ന്യായശാസ്ത്രിയെ പോലെയല്ല, ആ പുരോഹിതനെ പോലെയല്ല, ആ ലേവിനെ പോലെയല്ല, ആ ശമര്യനെ പോലെ മുറിവേറ്റവരുടെ അടുക്കിലേക്ക് കടന്നേലുവാൻ, അവരെ ശുശ്രൂഷിക്കുവാൻ ഞങ്ങൾക്കും ഭാഗ്യം നൽകണമേ. ഞങ്ങളുടെയും മുറിവുകളെ അങ്ങ് കെട്ടിയതാണല്ലോ, ഞങ്ങളെയും അവിടുന്ന് താങ്ങിയെടുത്തതാണല്ലോ, ഞങ്ങളെയും അവിടുന്ന് വഴിയമ്പലത്തിൽ കൊണ്ടുചെന്നതാണല്ലോ. അതുകൊണ്ടാണല്ലോ ഞങ്ങളും ഇന്ന് ജീവിക്കുന്നത്. അങ്ങയുടെ മക്കളെ എല്ലാം അനുഗ്രഹിക്കണമേ. യേശു കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളേവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.